ആളൂർ ബി.എ. ആളൂർ അഡ്വക്കേറ്റ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റപത്രം അവലോകനം ചെയ്തുള്ള ഒരു വാദമായിരിക്കും പൾസർ സുനിക്ക് വേണ്ടി കോടതിയിൽ നമ്മൾ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ കേസിലെ തെളിവുകളുടെ കൂലങ്കഷമായ ഒരു ചർച്ച തന്നെ കോടതിയിൽ നിന്നുണ്ടാകും. കാരണം എത്തരത്തിലുള്ള തെളിവിലേക്കാണ് ഈ പറയുന്ന കുറ്റപത്രം നയിക്കുന്നത്, ഈ കുറ്റപത്രത്തിൽ പ്രതിക്കെതിരെയുള്ള തെളിവുകൾ എന്താണ്, ആ തെളിവുകളെല്ലാം ഈ കേസ് നിലനിൽക്കുന്ന രീതിയിലുള്ളതാണോ, മറ്റെന്തെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ ഇനിയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ, ഈ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു കേസ് നിലനിൽക്കുന്നില്ലെങ്കിൽ 5 മാസം എന്തുകൊണ്ട് ഈ പ്രതിയെയും മറ്റു കൂട്ടുപ്രതികളെയും ജയിലിൽ അടപ്പിച്ചു, ഇനിയുള്ള അന്വേഷണം നിലനിൽക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈ പ്രതികൾക്ക് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ജാമ്യം നിഷേധിക്കാൻ സാധിക്കുമോ? ഇതൊറ്റ കാരണങ്ങളാണ് കോടതിയിൽ പ്രധാനമായും ഉന്നയിക്കുക. തീർച്ചയായിട്ടും കുറ്റപത്രം വന്ന കേസുകളിൽ ജാമ്യം കൊടുക്കണമെന്നാണ് സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം പരിഗണിച്ച് വിചാരണ തടവുകാരനായി കഴിയാതെ കേസ് ഒരിക്കലും സെഷൻ കോടതി വരാത്തതുകൊണ്ടും കേസ് കമ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടും നടപടികൾ നീളുന്നതുകൊണ്ടും നമ്മുടെ കേരള ഹൈക്കോടതിയിൽ തന്നെ ഒരു വിധിയുണ്ട്. കേസ് നീട്ടിക്കൊണ്ടുപോവുകയാൽ വിചാരണ തടവുകാരനായി പറക്കേണ്ട ആവശ്യമില്ല, ജാമ്യം കൊടുത്തുകൊള്ളണമെന്ന്. ആ ഒരു പശ്ചാത്തലത്തിൽ ജാമ്യം കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അഡ്വക്കേറ്റ് ബി.എ. ആളൂർ പൾസർ സുനിയുടെ അഭിഭാഷകൻ ആണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. നികേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നികേഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്? പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുന്നത്. പൾസർ സുനിക്കായി ആളൂരാണ് ഹാജരാവുന്നത്. സ്വാഭാവികമായും ഇന്ന് 11 മണിയോടെയായിരിക്കും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുക. മുൻപ് 4 തവണ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴും ആളൂർ ഹാജരാവാത്തതിനാൽ കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് പ്രധാനമായും ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതാണ്. കാരണം ഈ കേസിലെ ആദ്യ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരുന്നു. അതിൽ പൾസർ സുനി 1-ാം പ്രതിയാണ്. സ്വാഭാവികമായി ഈ കുറ്റപത്രത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു വാദമായിരിക്കും ജാമ്യാപേക്ഷയിൽ നടക്കുക എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകനായ ആളൂർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കുറ്റപത്രം സമർപ്പിച്ച് 5 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു കേസിൽ മറ്റ് അന്വേഷണ നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അത് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നാണ് ആളൂർ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യമാണെങ്കിൽ ഇതിലെ പ്രതിക്ക് ജാമ്യം നൽകണമെന്ന് ചില നിർദ്ദേശങ്ങളുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയും അതോടൊപ്പം തന്നെ കുറ്റപത്രത്തിലെ പൾസർ സുനിക്കെതിരായ തെളിവുകൾ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഒരു വാദമായിരിക്കും കോടതിയിൽ നടക്കുക. സ്വാഭാവികമായും കുറ്റപത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വാദമായിരിക്കും ഇന്ന് കോടതിയിൽ നടക്കുക. മുൻപ് 4 തവണ ഇത്തരത്തിൽ പൾസർ സുനി ജാമ്യാപേക്ഷ കോടതി. നികേഷാണ് വിവരങ്ങൾ നൽകിയത്.